ഫോണല്ലേ അടിക്കണേ? ഇപ്പോഴൊക്കെ എവിടെ പോയി? ആദ്യേ എന്റെ ഫോൺ അടിക്കണ്ടല്ലോ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ ഫോണിലടി അടിക്കണേ. എന്ത് ഫോൺ എടുക്കാത്ത? എന്റെ ഫ്രണ്ടാണല്ലോ. ഹലോ ഹലോ ആദി, ഈ റിസൾട്ട് കണ്ടില്ലടാ, എനിക്ക് 98% മാർക്കുണ്ട്. ആണോ? അൽഹംദുലില്ലാ. ഞാൻ ആദ്യത്തെ താത്തയാണ്. ഞാൻ അവൾക്ക് ഫോൺ എടുക്കട്ടാ. ഇതേ എന്റെ ഫ്രണ്ട് അത്രേ റിസൾട്ട് അറിഞ്ഞൂന്ന്. എനിക്ക് 98% മാർക്കുണ്ട്. ആശാത്താണ്ട് പാര എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച അതിന് സമ്മതിക്കൂല. അതെ ഞാൻ. ഹലോ, ആടെ റിസൾട്ട് ഞാൻ അറിഞ്ഞേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അത് ശരി. അപ്പൊ റിസൾട്ട് നോക്കിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാതിരിക്കണത്. എന്തായാലും എനിക്ക് നല്ല മാർക്ക് തന്നെ ഉണ്ടായല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ സന്തോഷം മതി ആശാത്താന്റെ ആക്ടിങ് ഒക്കെ. ആക്ടിങ്ങോ? എന്താ ആദിച്ച് പറഞ്ഞത്? ഓ, ഒന്നും അറിയാത്തൊരു പാവം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആശാത്താക്ക് എന്നോട് മുഴുത്ത അസൂയല്ലേ. അസൂയോ? നിക്ക് എന്നോടോ? ഞാനെന്തിനാ എന്നോട് അസൂയ കാണിക്കണേ? ഒരുപാട് ഓവർ ആക്ടിങ് കാണിക്കല്ലേ. നിക്കൊന്നും മനസ്സിലാവില്ല എന്ന വിചാരം. ടെൻത്തിലും പ്ലസ് ടുവിലൊക്കെ കഷ്ടിച്ചു മാർക്ക് വാങ്ങി എനക്ക് നല്ല മാർക്കോട് കൂടി പാസ്സായി എന്നോട് എന്നും അസൂയണ്ടായിരുന്നു. അതുകൊണ്ടാ ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ഇച്ചിന്റെ ഭാവി ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്. ആദി, നിക്കറിയാം, നിക്കൊരു ജോലിയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഇമ്മ ജോലിക്ക് പോയിട്ടാണെങ്കിലും ഇന്നെ തുടർന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അനക്കത് കണ്ടൂടാ. ഞാൻ നന്നായി കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇജിപ്പ് അതിനും സമ്മതിക്കാത്തത്. എന്തൊക്കെ ആദിജി പറഞ്ഞത്? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ജിപ്പി പറഞ്ഞതൊക്കെ ഇട്ടാ. മതി, നിക്കൊക്കെ മനസ്സിലായി. ഞാൻ പഠിച്ച് നല്ലൊരു ജോലി ആയി കഴിഞ്ഞാൽ അന്നക്കായി നന്നായി ജീവിക്കുമെന്നുള്ള പേടി എനിക്ക്. അതുകൊണ്ട് മാത്ര എപ്പോഴും എല്ലാത്തിനും വെച്ച് തടസ്സമായിട്ട് നിൽക്കുന്നത്. ആദ്യേ എന്ത് മോളജി പറഞ്ഞത്? ഇമ്മാരെ ജോലിക്ക് പോയിട്ട് നമ്മളെങ്ങനെ ഇടി? അല്ല ആയിഷ, തകപ്പ